ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്റ്റാൻലിയുടെ നിർദ്ദേശം അനുസരിച്ച് ആൻഡപ്പൻ അലീനയ്ക്ക് വീട് മൊത്തം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കൂടെ തന്നെ തോട്ടങ്ങളും മറ്റും പറമ്പ് എല്ലാം പോയി കാണുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾ പറയുന്നുണ്ട്, ഇനി ഞാൻ ഒറ്റയ്ക്ക് കണ്ടോളാം. അങ്ങനെ പിന്നെ ആൻഡപ്പൻ തൻ്റെതായ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് തിരിഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ അവൾ നേരെ കിച്ചണിലേക്ക് പോകണം. അപ്പോൾ അവിടെ പൗലോസ് ഉണ്ടായിരുന്നു. പൗലോസ് ആണെങ്കിൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. അപ്പോൾ അവളെ കിട്ടിയപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവളുടെ അടുത്ത്, മോളെ എന്തെങ്കിലും കഴിക്കാൻ വേണോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് വരാമല്ലോ. അത് കേട്ടപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മോൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. ഇവിടെ അങ്ങനെയാണ് പതിവ്. സാർ എന്തെങ്കിലും ഫുഡ് വേണമെന്നുള്ള ഓർഡർ തരും, അത് ഞാൻ അതേപോലെ റെഡി ആക്കിയിട്ട് കറക്റ്റ് സമയത്ത് കൊണ്ടു കൊടുക്കും. അതാണ് ഇവിടുത്തെ ശീലം. മോൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അതാണ് ഓർഡർ. അത് കേൾക്കുമ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കിക്കോളാം. അപ്പം അയാളത് നിഷേധിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, അതല്ല മോളെ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ പാലക്കാരൻ, അതാരാണ്? അതുപോലെ ഇവിടെയുള്ള സാറ് നിന്റെ ആരാണ്? അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇവിടുത്തെ സാറ് എൻ്റെ പപ്പ, എന്നെ കൊണ്ടുവന്നത് എൻ്റെ അച്ഛൻ. അത് കേൾക്കുമ്പോൾ പൗലോസിന് ആകെ വട്ടം തിരിയാനായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അവളാണെങ്കിൽ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ, ഇത്രയും കാര്യങ്ങൾ അവൾ പറയാണ്. അങ്ങനെ പിന്നീട് അവൾ വീണ്ടും വീടൊക്കെ ചുറ്റി കാണുന്ന സമയത്ത് ലാസ്റ്റായിട്ട് അവൾ ഒരു റൂം തുറക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ റൂം സ്റ്റാൻലിയുടെ റൂമായിരുന്നു. സ്റ്റാൻലിക്കാണെങ്കിൽ ഭയങ്കര ചിട്ടകളാണ്, തൻ്റെ റൂമിലേക്ക് ആരും പ്രവേശിക്കുന്നത് പോലും ഇഷ്ടമല്ല. ഇപ്പോഴാണെങ്കിൽ സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് തീരെ അവളെ കാണുന്നത് താല്പര്യമില്ലാത്തൊരു കാര്യമാണല്ലോ. അങ്ങനെ അവൾ കറക്റ്റ് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ അവിടെ സ്റ്റാൻലിയെ കണ്ടപ്പോൾ അവളാകൊന്ന് പതറി പോവാണ് കേട്ടോ. അച്ഛനാണെങ്കിലും ഒരടുപ്പും ഇല്ലല്ലോ, ഒരു ദിവസമായിട്ടുള്ളൂ കണ്ടിട്ടെങ്കിൽ പോലും അച്ഛൻ വന്ന് അവളോട് സ്നേഹത്തോടെ പെരുമാറുക ഒന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു അടുപ്പ് കുറവ് കൂടിയിട്ടേ ഉള്ളൂ. അവളെ കണ്ടതും സ്റ്റാൻലി ഒന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം താൻ മദ്യപിക്കുന്നത് അവൾ കണ്ടു, അതുപോലെ തന്നെ അവൾ പെർമിഷൻ ഇല്ലാതെ ഈ റൂമിലേക്ക് വന്നു. ഇതൊക്കെ തൻ്റെ പ്രൈവസി ആയിട്ടുള്ള ഏരിയകളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവളാണെങ്കിൽ പെട്ടെന്ന് ഭയക്കുകയാണ്. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഡോർ അടച്ചിട്ട് തൻ്റെ റൂമിലേക്ക് ഓടി പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ പോയിട്ട് കരയാണ്. താൻ ഇതുവരെ വിചാരിച്ച പോലും നല്ല കാര്യങ്ങൾ എന്തായാലും തനിക്കിവിടെ നരകമായിരിക്കും, തൻ്റെ അച്ഛനെ മിസ് ചെയ്യുന്നു. അങ്ങനെ അവൾക്ക് ഭയങ്കരമായിട്ട് ബാലചന്ദ്രനെ മിസ് ചെയ്യണം. അവൾ പൊട്ടി പൊട്ടി കരയാണ്. കാരണം സ്റ്റാൻലിയുടെ അങ്ങനെ ഒരു മുഖം അവൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇയാൾ മദ്യപിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അവൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. താൻ വന്ന് പെട്ടത് ഏറ്റവും വലിയൊരു ചതിക്കുഴിയിലായിപ്പോയോ എന്നൊക്കെ അവൾ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻലി ആണെങ്കിൽ ആ ദേഷ്യത്തിന് പെട്ടെന്ന് തന്നെ ആൻഡപ്പിനെ തൊള്ള പൊട്ടി വിളിക്കുകയാണ് കേട്ടോ. ആൻഡപ്പൻ പേടിച്ച് ഓടി വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ അലിനെ ഇങ്ങോട്ട് ആരാ കൊണ്ടുവന്നേ? അവളെങ്ങനെ ഇങ്ങോട്ട് വന്നേ? അത് കേൾക്കുമ്പോൾ ആൻഡപ്പൻ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ആൻഡപ്പൻ പെട്ടെന്ന് പറയുന്നുണ്ട്, അത് പാലക്കാരൻ, ബ്ലഡി ഫുൾ പാലക്കാരനോ? അതല്ല ഞാൻ ചോദിച്ചത്, എൻ്റെ റൂമിലേക്ക് അവളെ ആരാ കടത്തി വിട്ടത്? തന്നോട് ഞാൻ അവളെ വീടും പറമ്പും കാണിക്കാനല്ലേ പറഞ്ഞത്, താനില്ലായിരുന്നു അവളുടെ കൂടെ? അത് കേൾക്കുമ്പോൾ ആൻഡപ്പൻ പറയുന്നുണ്ട്, അതെ ഞാൻ തോട്ടം എല്ലാം കാണിച്ചു കൊടുത്തതാണ്, പിന്നെ അവൾ തന്നെയാണ് പറഞ്ഞത് ഞാൻ കണ്ടോളാം വീടെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിനക്ക് അറിയില്ലേ എൻ്റെ റൂമിലേക്ക് ആര് പ്രവേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് അവൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അവളാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ റൂമിലേക്ക് കയറുന്നത് ഇഷ്ടമല്ല. നമ്മളൊരിക്കൽ തോറ്റു കൊടുത്താൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് കേൾക്കുമ്പോൾ ആൻഡപ്പൻ പറയുന്നുണ്ട്, അതെ സാർ എവിടെയും തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇനിയും തോറ്റു കൊടുക്കരുത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്റ്റാൻലിയുടെ ഫോണിലേക്ക് അവതക്കുട്ടി വിളിക്കുന്നത്. അങ്ങനെ അവതക്കുട്ടിയോട് സ്റ്റാൻലി പറയുന്നുണ്ട് ഇങ്ങനെ അലിനയെ കൂട്ടി കൊണ്ടുവന്ന കാര്യം. അത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ അപ്പച്ചൻ ഇങ്ങോട്ട് വരൂ, അപ്പോൾ അവളെ കാണാമല്ലോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അവതക്കുട്ടിയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഇത്രയും കാലം അവൻ ഒറ്റയ്ക്കല്ല താമസിച്ചേ, ഇപ്പോൾ ഏതൊരു പെൺകുട്ടി, അതൊന്നും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എല്ലാത്തിനും ഞാൻ അടിച്ചിറക്കും എന്നും പറഞ്ഞിട്ട് വാശിയോടുകൂടെ അങ്ങോട്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് അലീനയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തായാലും സ്റ്റാൻലി അവളോടൊന്ന് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അവളെ കണ്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, സോറി എനിക്ക് ഇങ്ങനെയൊക്കെ ചെറിയൊരു ദുശീലമുണ്ട്. അത് കേൾക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ, തല കുനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ സാധാരണ ഹാളിൽ നിന്നാണ് മദ്യപിക്കാറ്, പക്ഷേ നീ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ റൂമിലേക്ക് പോയത്, ഇത് കുറേ ആയിട്ട് മാറ്റം നോക്കുന്നു, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെന്തായാലും മാറ്റിയെടുക്കണം, നല്ല ശീലമൊന്നും അല്ലല്ലോ. അല്ല അത് എനിക്കറിയാം, എങ്കിൽ പോലും എനിക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റാൻലി തിരിച്ചു പോയി. ആ സമയത്തൊക്കെ അലീന റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണം, അവൾക്ക് വേറൊരു പണിയില്ലല്ലോ, വെറുതെ ഒരു പണിയില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ലേ. അങ്ങനെ അവളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി വിളിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതിയോട് അലീന ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് സുഖമല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് സുഖമാണ് ചേച്ചി, പക്ഷേ ചേച്ചി പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചു, എനിക്കവിടെ സ്പൈ വർക്ക് ഉണ്ട്. അത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്നും ഉണ്ടായിട്ടല്ല മോളെ, എനിക്ക് വിളിക്കാമെന്നുള്ളൊരു സമയം ഉണ്ടായില്ല, അതുകൊണ്ടാണ്. അതല്ല ചേച്ചി എങ്ങോട്ടാണ് അങ്ങൾ കൊണ്ടുപോയത്? അതൊക്കെ വലിയ കഥയാണ് മോളെ, ഞാൻ ഇനി പിന്നെ പറയാം. ഞാനിപ്പോൾ കുളത്തുപുഴയിലാണ്. ആണോ? അവിടെ എന്താ? ചേച്ചി ജോലിക്ക് കൊണ്ടുപോയതാണോ? അതൊന്നും അല്ല മോളെ, ഒരുപാട് കഥകളുണ്ട്, ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് പിന്നീട് അവൾ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം പപ്പയുടെ അടുത്ത്. അത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടി നെട്ടുന്നുണ്ട്. പപ്പയുടെ അടുത്തോ? അതെ, ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ആണ് അച്ഛൻ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. അതുവരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ തേടിയിട്ടാണ് അങ്ങോട്ട് വന്നത്, പക്ഷേ എനിക്ക് അവിടെ നിന്ന് 3 സഹോദരങ്ങളെയും അച്ഛനെയും കിട്ടി. ആ അച്ഛൻ തന്നെ എനിക്ക് എൻ്റെ സ്വന്തം പപ്പയെ കണ്ടുപിടിച്ച് തന്നു. ഞാനിപ്പോൾ എവിടെയാണ് മോളെ? എന്നിട്ട് ചേച്ചി പപ്പയെ കണ്ടോ? എന്തായിരുന്നു പപ്പയുടെ പെരുമാറ്റം? അത് കേൾക്കുമ്പോൾ അലീന നെടുവീർപ്പിട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ടു, എൻ്റെ കൂടെ ഉണ്ട് പപ്പ, ഭയങ്കര ദേഷ്യക്കാരനാ, കേണലാണ് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ഇവിടെ വലിയൊരു ബംഗ്ലാവാണ്, അതുപോലെ ഒരുപാട് ജോലിക്കാരുണ്ട്, ഒന്നും ചെയ്യേണ്ട, ഞാനിവിടെ വെറുതെ ഇരിക്കുക, എനിക്കൊരു പണിയില്ല. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ആണോ ചേച്ചി വെറുതെ ഇരിക്കുകയാണോ? ഇനിയെങ്കിലും ചേച്ചി ഒന്ന് സ്വസ്ഥമായിട്ട് വെറുതെ ഇരിക്കും, ഇത്രയും കാലം ഒരുപാട് പണി ചെയ്തതല്ലേ, ഇനി ചേച്ചി കുറച്ച് വെറുതെ ഇരിക്കുക. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കൊരു
സമാധാനമില്ല മോളെ. ഞാൻ അവിടുന്ന് അച്ഛനെയും എല്ലാവരെയും വിട്ടല്ലേ വന്നത്. എനിക്കൊരു സമാധാനമില്ല. എനിക്കിവിടെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെന്താ, ഒരു പണിയും ചെയ്യേണ്ട, ടി വി കാണുക, കിടക്കുക, എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. എനിക്കാകെ ബോറടിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, ചേച്ചി സ്വന്തം അച്ഛനെ പപ്പ എന്നാണോ വിളിക്കുന്നത്? അങ്ങനെ വിളിച്ചോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, ഞാനിതുവരെ പപ്പ എന്നൊന്നും വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളിതുവരെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. ഭയങ്കര ദേഷ്യക്കാരനാ, എല്ലാത്തിനും ഓർഡറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് സംസാരിക്കാനൊക്കെ. എന്തായാലും ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ, ശരിയാവുമായിരിക്കും. അതും പറയുമ്പോഴേക്കും പുറത്തുനിന്നൊരു കാറിൻ്റെ സൗണ്ട് കേൾക്കാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ ഇവിടെ ആരോ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. അങ്ങനെ അവൾ ചിന്തിക്കുന്നുണ്ട്, ഇത് ആരായിരിക്കും? സാധാരണ ഇവിടെ ആരും വരാറില്ലെന്നാണല്ലോ പൗലോസേട്ടൻ പറഞ്ഞത്, ഗസ്റ്റ് ഒന്നും വരാറില്ല എന്നത്. പിന്നെ ആരായിരിക്കും? അത് അവതക്കുട്ടി ആയിരുന്നു കേട്ടോ. അവതക്കുട്ടി ഭയങ്കര ദേഷ്യത്തിലാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവൻ നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ആൻ്റപ്പാന്ന് ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ട്. സ്റ്റാൻലി ആണെങ്കിൽ അച്ഛൻ്റെ ഒച്ച കേട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരാണ് കേട്ടോ. അവതക്കുട്ടി എന്തായിരിക്കും അലീനയോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക്